കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ടു നിന്ന നേതാവായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ഉദയം കൊണ്ട അജിത് പവാർ. ശരത് പവാറിനൊപ്പം നടന്ന് ജനമനസ്സുകളിൽ ഇടം നേടിയ അജിത് പവാർ എന്നും പവർ പൊളിറ്റിക്സിനൊപ്പം നടന്ന ആൾ കൂടിയാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ എല്ലാ ചേരുവകളും വശമുള്ള അജിത് പവാർ ശരത് പവാറിനൊപ്പം നിന്നു. പിന്നീട് ശരത് പവാറിന് എതിരുമായി. ദേശീയ രാഷ്ട്രീയത്തിലും പ്രമുഖനായി വളർന്ന അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നടന്നുകയറാൻ അജിത് പവാറിന് കഴിഞ്ഞു. ശരത് പവാറിന്റെ ബന്ധു കൂടിയായ അജിത് പവാർ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയരംഗത്ത് ചൂടുറപ്പിക്കുന്നത്. പൂനെയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 91-ൽ ബാരാമതിയിൽ നിന്ന് നിയമസഭാംഗമായി. പിന്നീട് തുടർച്ചയായി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 91-ൽ തന്നെ സുധാകർ റാവു നായിക്കിന്റെ മന്ത്രിസഭയിൽ അംഗമായ അജിത് പിന്നീട് 5 തവണ ക്യാബിനറ്റ് മന്ത്രിയായി. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അജിത് പവാർ പരാജയം അറിഞ്ഞില്ല. 2019-ലാണ് ശരത് പവാറുമായി അകലുന്നത്. ഇത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP ശക്തി കേന്ദ്രമായ മാവലിൽ മത്സരിച്ച് മകൻ പാർത്ഥ് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെയാണ് അജിത് പവാർ ശരത് പവാറുമായി അകൽച്ചയിലായത്. തുടർന്ന് മഹാവികാസ് അഘാഡി സഖ്യം രൂപവൽക്കരിച്ചപ്പോൾ ആ സഖ്യത്തിൽ ഉപമുഖ്യമന്ത്രിയായി. 2022-ൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 NCP ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേലിനെയും തെരഞ്ഞെടുത്തു. തഴയപ്പെട്ട അജിത് നേതൃപദവി ആവശ്യപ്പെട്ടെങ്കിലും ശരത് പവാർ വഴങ്ങിയില്ല. ഇതോടെ NCP പിളർത്തി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. ഈ മാറ്റം ശരത് പവാർ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. NCPയുടെ 53 MLA-മാരിൽ 29 പേരുമായി രാജ്ഭവനിലെത്തിയാണ് അജിത് അട്ടിമറി നീക്കം നടത്തിയത്. അജിത്തിന്റെ സഹായത്തോടെ 288 അംഗ നിയമസഭയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് 204 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. നിയമസഭയിലെ അയോഗ്യത ഒഴിവാക്കുന്നതിനായി NCPയിൽ ആകെയുള്ള 53 MLA-മാരിൽ 40 പേരുടെ പിന്തുണ അജിത് പവാർ ഉറപ്പിച്ചു. അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും ലഭിച്ചു. 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിച്ച മഹായുതി സഖ്യത്തിൽ നിന്ന് 59 ഇടങ്ങളിൽ മത്സരിച്ച അജിത് പവാറിന്റെ പാർട്ടിയായ NCP 41 സീറ്റുകളിൽ വിജയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിലെയും മഹാരാഷ്ട്ര നിയമസഭയിലെയും 3ാമത്തെ വലിയ പാർട്ടിയായി അജിത്തിന്റെ NCP മാറി. അണികൾക്കിടയിൽ വലിയ ജനസ്വാധീനം ചെലുത്തി മുന്നേറുന്നതിനിടയിലാണ് അജിത് പവാറിന്റെ അപ്രതീക്ഷിതമായുള്ള അപകടമരണം. അജിത് പവാറിന് ശേഷമുള്ള NCPയുടെ ഭാവി ഇനി എങ്ങനെ, എന്ത്, അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.